നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 189ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നൊരു വലിയൊരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ മഹാമായ, അതായത് മഹാമായ എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. മഹാമായ എന്ന് പറയുന്നത് ഈ ലോകം ശരിക്കും ഒരു മായയാണെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇത് ഉണ്ടെന്ന് തോന്നുന്നതും യഥാർത്ഥത്തിൽ ഇത് ഇല്ലാത്തതാണെന്നാണ്. ഇല്ലാത്ത കാര്യമാണ് നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നത്. ഇല്യൂഷനാണ്. ഇത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് നമ്മുടെ ഈ ജീവിതവും മറ്റു കാര്യങ്ങളുമൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ മഹാമായ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ ജന്മം മോക്ഷം കിട്ടത്തുള്ളൂ. മോക്ഷം ആണല്ലോ എല്ലാ ആത്മാക്കളുടെയും അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഹിന്ദു പുരാണം പറയുന്നത് ഈ മായ എന്ന് പറയുന്നത് തോന്നൽ മാത്രമാണെന്നാണ് പറഞ്ഞതിന്. എന്നാണ് എവിടെ ആർത്തിയുണ്ടോ അവിടെ മായയുണ്ട്. ശരി, കണ്ടില്ലേ, പണത്തിന് വേണ്ടി എന്ത് ഇതും കാണിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. അവിടെ മായയുണ്ടെന്നാണ് പറയുന്നത്, ആർത്തിയുള്ളിടത്ത്. അതുപോലെ എവിടെ കോപമുണ്ടോ അവിടെയും മായയുണ്ട്. ഈ ക്രോധമുള്ളിടത്തും മായ ഉണ്ട്, അവിടെയും മായ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരിക്കലും മായയ്ക്ക് അടിമയാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ പൂർണ്ണതയോടെ, അതായത് പരിപൂർണതയോടെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ മായയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. ഇനി മായ ഉപേക്ഷിച്ച് ഭഗവാനെ പ്രാപിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മായയിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം ആദ്യം. അതൊരു കാര്യം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ മനസ്സിലാക്കൽ നമ്മളെ മായയിൽ നിന്ന് മുക്തമാക്കാൻ സഹായിക്കും. നമ്മൾ മായയിലാണ് ജീവിക്കുന്നതെന്നുള്ള നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു വെള്ളത്തിൽ കിടക്കുക എന്നിരിക്കട്ടെ, നമ്മൾ വെള്ളത്തിൽ കിടക്കുക എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ മാത്രമല്ല അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. അതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് നമ്മൾ പ്രശ്നമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതിനുള്ള കാരണം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ ആ മനസ്സിലാക്കലാണ് ആദ്യം നമ്മളെ മായയിൽ നിന്ന് മുക്തമാക്കാൻ സഹായിക്കുന്നത്. അതായത് ആത്മീയ ജീവിതം നയിക്കാൻ നമ്മൾ പ്രാപ്തനാവണം. ഇത് ഈ പ്രായോഗിക ജീവിതമല്ല ശരിക്കുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആത്മീയ ജീവിതമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രകൃതിയോടും അതിലെ ജീവജാലങ്ങളോടും മനസ്സുകൊണ്ട് ബന്ധപ്പെടണം. നമ്മൾ പ്രകൃതിയോടും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ പ്രകൃതിയെ കണ്ട് നമ്മൾ പഠിക്കണമെന്ന് പല വലിയ വലിയ ആളുകളും പറഞ്ഞിട്ടുണ്ട്, കവികളും. പിന്നെ വേഡ്സ്വർത്തിൻ്റെ വില്യം വേഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കവിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയെ പറ്റിയാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിന് പുറത്തുള്ള ഈശ്വര സങ്കല്പങ്ങളെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിൽ കൂടെ കണക്ട് ചെയ്യണം. നമ്മുടെ മനസ്സിനകത്തുള്ള ആ ഈശ്വര സങ്കല്പങ്ങളെല്ലാം നമ്മൾ ഭഗവാനിലേക്ക്, അതായത് ഭഗവാന്റെ ഒരു ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. അത് ശരിയല്ല, ആരില്ലെങ്കിലും നമ്മൾ പൂർണ്ണരായിരിക്കും എന്ന് മനസ്സിലാക്കണം. അതായത് ചുറ്റുമുള്ള ബന്ധങ്ങളിലാണല്ലോ നമ്മൾ പൂർണ്ണരാകുന്നത്. ചുറ്റുമുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എപ്പോഴും നമ്മൾ ബന്ധങ്ങൾക്ക് ഒരു അടിമപ്പെട്ടവരാണല്ലോ. എല്ലാം ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ കാമുകൻ, കാമുകി, അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ ഇല്ലയെന്ന് വിചാരിക്കണം ആദ്യം. അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. പിന്നെ അത് അങ്ങനെ ഇല്ലെന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിലോട്ട് മാറാൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് നിമിഷ നേരം കൊണ്ട് ലോകത്തുള്ള പ്രപഞ്ചത്തിൽ എവിടെയും പോകാൻ ഉള്ളൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ മനസ്സുകൊണ്ട് നമുക്ക് എവിടെ വേണേലും പോകാം. ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ അടുത്തോ നമ്മുടെ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ ദൂരെയുള്ള എത്രയോ ആളുകളുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ ശരീരം വിടുവിക്കുകയാണെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ ധ്യാനനിരതനായി ഇരുന്ന് നോക്കൂ, നിങ്ങൾക്ക് എവിടെയും മനസ്സുകൊണ്ട് എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് ഹഠയോഗം നമ്മുടെ ധ്യാന ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. യോഗവിദ്യ ആണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. ഈ യോഗവിദ്യ ധ്യാനത്തിരിക്കുമ്പോൾ നമുക്ക് എവിടെയും എത്താൻ പറ്റുമെന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയം. നമുക്ക് എല്ലാത്തിനും ഭയമാണ് വാസ്തവത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഭയക്കേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്മ മാത്രം ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്.
പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഭഗവാന്റെ കാലുകൾ ബലമായിട്ട് പിടിച്ചിരിക്കുകയാണെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് അത് ജാതി മതമൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഏതായാലും ഭഗവാൻ ദൈവം ഒന്നേ ഉള്ളല്ലോ. ആ ദൈവത്തിൻ്റെ കാലിൽ നമ്മൾ മുറുക്ക പിടിച്ചിരിക്കുക എന്നുള്ള തോന്നൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ നല്ലതേ ചെയ്യൂ, നല്ലതേ പ്രവർത്തിക്കൂ, എല്ലാം നല്ലത് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. പിന്നെ മോഡേൺ സയൻസ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഈ നമ്മൾ കാണുന്ന എല്ലാം പിന്നെ ഖരവസ്തുക്കൾ, അതായത് സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഖരവസ്തുവാണ്. യഥാർത്ഥത്തിൽ അതിനകത്ത് ഈ പിന്നെ കോസ്മോ ഡാൻസ് നടക്കുന്നതെന്നാണ് പറയുന്നത്. കോസ്മിക് ഡാൻസ് അല്ല, കോസ്മിക് ഡാൻസ്. അതായത് ഈ എല്ലാ അണുക്കളിലുമുള്ള കണികകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ പുസ്തകങ്ങളൊക്കെ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ. അതായത് അതിനകത്ത് ഇങ്ങനെ ഓരോ അണുവിലും, അതായത് ഓരോ ആറ്റത്തിനകത്തും ഇങ്ങനെ ഇത് ചുറ്റിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ സ്പന്ദനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്ക് തോന്നുന്നത് അല്ല. ശരിക്കും യഥാർത്ഥത്തിൽ മായയെന്ന് പറയുന്നത് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ്. ശരിക്കും അത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. എല്ലാം കോസ്മിക് ആയിട്ടുള്ള ഡാൻസ് ചെയ്യുന്നതാണ് പ്രപഞ്ചം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്ഥിരമാണെന്ന് തോന്നുന്നു എന്നുള്ളതേ. അതേപോലെ തന്നെയാണ് ഈ ലോകത്തെ കാര്യങ്ങൾ. പിന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ശരിക്കും യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അതായത് ഞാനെന്ന ഭാവം, ഈഗോ, ആ ഈഗോയും പിന്നെ നമ്മുടെ പിന്നെ മനസ്സുമായിട്ട്, അതായത് നമ്മുടെ മനസ്സും ആ ഈഗോ എന്നുള്ള ഭാഗമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നതെന്ന് പറയുന്നത്. എപ്പോഴും യാഥാർത്ഥ്യമായിട്ട് നമ്മൾ എപ്പോഴും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും യുദ്ധത്തിലാണ്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും ബന്ധങ്ങളും ഒക്കെ നമ്മളെ അടിമകളാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാത്തിനും പിന്നെ ഈ പറഞ്ഞ കൂട്ട് പിന്നെ അടിമകളാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മൾ ബന്ധങ്ങൾക്ക് എല്ലാം അടിമകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മഹാമായക്കകത്ത് കുടുങ്ങി കിടക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും മഹാമാരിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട സത്യം ഒന്നേ ഉള്ളൂ. പക്ഷേ വഴികൾ പലതാണ്. നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. പക്ഷേ പല വഴികളിൽ കൂടെ നമുക്കത് നേടാൻ പറ്റും. അതിന് പ്രധാനപ്പെട്ട പറഞ്ഞിരിക്കുന്നത് ധ്യാനമാണ്. ധ്യാനത്തിൽ പറയേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ വേറെ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു പിന്നെ മന്ത്രം പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. അപ്പോൾ ഇതിനകത്ത് പറയേണ്ട രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ ഈ ശരീരമല്ല. നമ്മൾ ധ്യാനത്തിൽ നമുക്ക് പിന്നെ ധ്യാനം രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണല്ലോ ധ്യാനത്തിൽ പോകുന്നത്. മാക്സിമം 5 മിനിറ്റ് മതി, മിനിമം ഒരു 2 മിനിറ്റെങ്കിലും വേണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സല്ല എന്നാണ് പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ അംശമാണ്, അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുകയും വേണം. അത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അതായത് നമ്മൾ 2 മിനിറ്റ് എടുത്താൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പിന്നെ ഭഗവാന്റെ, അതായത് ഈശ്വരൻ്റെ കാലുകളിൽ ബലമായിട്ട് പിടിച്ചിരിക്കുന്നുവെന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാവുകയും ചെയ്യും, നമുക്ക് മോക്ഷം കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈശ്വരൻ്റെ അംശമാണ് നമ്മൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുന്നു പറഞ്ഞല്ലോ. എന്നിട്ട് മനസ്സിൽ പറയണം, ഭഗവാനെ എന്നെ ഈ മഹാമായയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും വേണം. ദിവസം രാവിലെ രാത്രിയിൽ മാക്സിമം ഒരു 5 മിനിറ്റ് മതി ഈ ധ്യാനത്തിന്. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ധ്യാനം ചെയ്യുമ്പോൾ പറയേണ്ട പിന്നെ ഈ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ ശരീരമല്ല ഞാൻ, ഈ മനസ്സല്ല ഞാൻ, അത് പറയണം. അത് കൂടാതെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് പിന്നെ കലിയുഗത്തിലാണ് ഇത് പ്രത്യേകിച്ച് ഇതിന് പ്രാധാന്യമുള്ളത്. കലിയുഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നാമജപം കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതെല്ലാം പുരാണങ്ങളും എല്ലാം ഉപനിഷത്തുക്കളും എല്ലാം അരിച്ച് ഗുണിച്ച് നോക്കി കണ്ടുപിടിച്ചൊരു മന്ത്രമായത്. ഈ മന്ത്രത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു കൽക്കി അവതാരമായിട്ട് വരുമ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നവർക്ക് മാത്രമേ മോക്ഷം കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒന്നിനെപ്പറ്റി മോഹിക്കാതിരിക്കണം. അത് നമ്മുടെ ഒരു കണ്ടീഷൻ അതാ. നമുക്ക് മായയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വ്യവസ്ഥ അതാ. നമ്മൾ ഒന്നിനെപ്പറ്റി മോഹിക്കരുത്. നമ്മൾ മായയിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള ഉറപ്പാണ്. ഇരുട്ടിൽ നിന്ന് നന്മയാകുന്ന വെളിച്ചത്തിലേക്ക് മാറാൻ നമ്മൾ ശ്രമിക്കണം. ഇരുട്ടെന്ന് പറയുന്നതാണ് ഈ മോഹം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും എളുപ്പം ധ്യാനം പരിശീലിക്കുക എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും മംഗളാശംസകളുണ്ട്. പിന്നെ കഴിവുകൊണ്ട്, നമ്മുടെ മാത്രമായ കഴിവുകൊണ്ട് മായയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. നമ്മൾ
ഭഗവാനിൽ പരിപൂർണമായി സമർപ്പിക്കണം, എന്നിട്ട് ധ്യാനിക്കണം. നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ മായകൃഷ്ണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മായക്കണ്ണൻ, മായകൃഷ്ണനല്ല, മായക്കണ്ണൻ. മായക്കണ്ണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ പിന്നെ ഒന്ന് നേരിട്ട് കാണാതെ എന്നാൽ എല്ലാം കാണുന്ന ഒരാളെന്നുള്ള അർത്ഥമാണ് മായക്കണ്ണൻ. മായക്കണ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, പൂർണ്ണാവതാരമാണ്. അപ്പോൾ ആ മായക്കണ്ണനെ നമ്മൾ പിന്നെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പിന്നെ ഈ പറഞ്ഞതിലോട്ട് ജാതി മതം എന്നുള്ള വിഷയമല്ല, പിന്നെ എല്ലാവരും ദൈവം എന്ന് വിചാരിച്ചാലും മതി. പേരിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവത്തിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കാലിൽ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മഹാമായയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ്. മന്ത്രം ഞാൻ ഒന്നുകൂടെ പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മോക്ഷം കിട്ടുമെന്നാണ് എല്ലാ ഹിന്ദു പുരാണങ്ങളിലും ഉപനിഷത്തിലും പുരാണങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.